പത്തനംതിട്ട പൂങ്കാവ് SBI ശാഖയിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗോകുൽ രമേശ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടോ? തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നാണ് അധികൃതർ പറയുന്നത്? ഗൗതം, തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് മുൻപെയാണ് ഇത്തരത്തിൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ തീപിടുത്തമുണ്ടായത്. പൂങ്കാവിലുള്ള SBI ബാങ്കിലാണ് ഇത്തരത്തിൽ തീ പടരുന്ന സംഭവം ഉണ്ടായത്. അവിടെ എത്തി ജീവനക്കാരാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഫയലുകൾ സൂക്ഷിച്ചിരുന്ന റൂമിലാണ് ആ തീ പിടിച്ചത്. ഉടൻ തന്നെ ജീവനക്കാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. ഒപ്പം ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് പത്തനംതിട്ടയിൽ നിന്നെത്തി പൂർണ്ണമായിട്ടും തീ അണയ്ക്കുകയായിരുന്നു. ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഫയലുകൾ ഉൾപ്പെടെ പലതും കത്തി നശിച്ചതായിട്ട് ഉള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് കാരണമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബാങ്കിന്റെ എന്തൊക്കെ രേഖകളാണ് നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ ബാങ്ക് അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മെഷീനറി സംഭവങ്ങൾക്കൊന്നും കാര്യമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും ഈ രേഖകളാണ്, ഫയലുകളാണ് പൂർണ്ണമായിട്ടും നശിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും തീ പൂർണ്ണമായിട്ടും അരമണിക്കൂർ കൊണ്ട് തന്നെ അണയ്ക്കാൻ സാധിച്ചു എന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പൂങ്കാവിലെ SBI ശാഖയിലാണ് തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണച്ചു. ഗോകുൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.